ഹോർമൂസ് കടലിടുക്ക് വീണ്ടും അടച്ചതിന് പിന്നാലെ ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ വെടിവെപ്പ്. ഒമാന്റെ വടക്കൻ തീരത്ത് വെച്ചാണ് ഇറാന്റെ ആക്രമണം. ഇറാനിയൻ അംബാസിഡറെ വിളിച്ചു വരുത്തി ഇന്ത്യ പ്രതിഷേധം അറിയിച്ചു. സംഘർഷ മേഖലയിൽ നിന്ന് പിൻവാങ്ങാതെ അമേരിക്കയുമായി ചർച്ചയില്ലെന്ന നിലപാടിലാണ് ഇറാൻ. 1 മണിക്കൂറിൽ 7 നുണകളാണ് ട്രംപ് പറയുന്നതെന്നും പരിഹാസം. വിവരങ്ങളുമായി സായ് കുമാറാണ് ചേരുന്നത്. സായ്, പശ്ചിമേഷ്യയിലെ സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യമാണ്. ഹോർമൂസ് കടലിടുക്ക് അടച്ചിരിക്കുകയാണ് ഇറാൻ. വീണ്ടും പ്രതിസന്ധി കാലഘട്ടത്തിലേക്ക് നീങ്ങുന്നു. ഒപ്പം ഇന്ത്യക്കെതിരായ ആക്രമണം, ഇന്ത്യൻ കപ്പലുകൾ വെടിവെച്ചിട്ടു എന്നുള്ള വിവരങ്ങളും ലഭ്യമാവുന്നുണ്ടല്ലോ. ഈ വിഷയത്തിൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണം ഉണ്ടായിട്ടുണ്ടോ? പ്രതിഷേധം നമ്മൾ അറിയിച്ചിരുന്നല്ലോ. കീർത്തന, തീർച്ചയായും ഒരു അശാന്തിയുടെ അന്തരീക്ഷം തന്നെയാണ് ഇപ്പോൾ ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ടുണ്ടായത്. കഴിഞ്ഞ ദിവസം ഒരു ആശ്വാസ തീരത്തേക്ക് ലോകം എത്തിയെന്നുള്ളൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ വീണ്ടും ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കാനുള്ള തീരുമാനം ഇറാൻ എടുക്കുന്നു. അതിന് പ്രധാനമായും അവരെ പ്രേരിപ്പിച്ച ഘടകം എന്നുള്ളത് അമേരിക്ക ഇറാൻ തുറമുഖത്ത് നിന്ന് വരുന്ന കപ്പലുകൾക്ക് മേൽ ഏർപ്പെടുത്തിയ ഉപരോധം അത് പിൻവലിക്കാൻ ഈ വെടിനിർത്തൽ ഘട്ടത്തിലും അമേരിക്ക തയ്യാറാകുന്നില്ല. ഹോർമൂസ് തുറക്കാൻ ഇറാൻ തയ്യാറായിട്ടും ഉപരോധം തുടരാൻ തന്നെയായിരുന്നു അമേരിക്കയുടെ തീരുമാനം. അതുകൊണ്ടാണ് എല്ലാ വാക്കുകളും അമേരിക്ക തെറ്റിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഹോർമൂസിൽ വീണ്ടും നിയന്ത്രണം ഏർപ്പെടുത്താൻ ഇറാൻ തീരുമാനിച്ചത്. തൊട്ടുടനെ 2 ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ വെടിയുതിർത്തു എന്ന റിപ്പോർട്ടുകളാണ് വന്നത്. ആദ്യം 2 കപ്പലുകളെ വഴിതിരിച്ചു വിട്ടു എന്ന റിപ്പോർട്ടുകളാണ് IRGC നൽകിയതെങ്കിൽ പിന്നീട് ഒരു ഇന്ത്യൻ കപ്പലിന് നേരെ വെടിയുതിർത്തു. പക്ഷേ മറ്റ് കാര്യമായ കേടുപാടുകളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഈ കപ്പലുകളെ വഴിതിരിച്ചു വിട്ടു എന്ന ഒരു വിവരമാണ് ഇറാൻ തന്നെ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത്. ഇതിൽ വലിയ പ്രതിഷേധം ഇപ്പോൾ ഇന്ത്യ അറിയിച്ചിട്ടുണ്ട്. ഇന്ന് 6:30 ഈ വിവരം അറിഞ്ഞ ഉടൻ തന്നെ ഇറാൻ അംബാസിഡറെ വിളിച്ച് ഇന്ത്യ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു. നാളെ ഒരുപക്ഷേ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു കടുത്ത പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുകയും ചെയ്യും. സാഹചര്യം അത്രമേൽ കലുഷിതമായ ഘട്ടത്തിൽ പോലും ഇന്ത്യൻ കപ്പലുകളെ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കാനോ വെടിവെക്കാനോ ഇറാൻ തയ്യാറായിരുന്നില്ല. മറിച്ച് എല്ലാ സുരക്ഷ നൽകുകയും ചെയ്തിരുന്നു. അത് വളരെ അഭിമാനത്തോടു കൂടി ഇന്ത്യ എടുത്തു പറയുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മുടെ കപ്പലുകൾക്ക് നേരെ തന്നെ ഇത്തരമൊരു ആക്രമണം ഉണ്ടാകുന്ന ഘട്ടത്തിൽ കാര്യങ്ങൾ കുറെ കൂടി ഗൗരവമാവുകയാണ്. നിലവിൽ എന്തായാലും അതുവഴിയുള്ള ഗതാഗതം ഇപ്പോൾ നിയന്ത്രണങ്ങളോടെ മാത്രമേ ഇറാൻ അനുവദിക്കുന്നുമുള്ളൂ. അതേസമയം തന്നെ ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് വീണ്ടും പ്രകോപനപരമായ ചില പ്രതികരണങ്ങൾ വരികയും ചെയ്യുന്നുണ്ട്. ഒരു ഘട്ടത്തിലും ഇറാന്റെ ബ്ലാക്ക് മെയിലിംഗ് തങ്ങൾ അനുവദിക്കില്ല എന്നാണ് ഇപ്പോൾ ട്രംപ് പറയുന്നത്. ഉന്നയിച്ച കാര്യങ്ങൾ നടപ്പായില്ലെങ്കിൽ ബോംബ് വർഷിച്ച് ഇറാനെ ഇല്ലാതാക്കുമെന്ന ഭീഷണി അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് തുടരുകയും ചെയ്യുന്നുണ്ട്. അതായത് ഇന്നലെ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ പര്യവസാനിക്കുന്നു എന്ന് കരുതിയ ഇടത്തു നിന്നാണ് വീണ്ടും കുറെ കൂടി സംഘർഷ സമാനമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്.